ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ലോകരുടെ മധ്യത്തിൽ ഈ ദാസിക്ക് ഒരു ചാൻസും കൂടെ കർത്താവ് തന്നിരിക്കുന്നതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ എപ്രകാരമായിരിക്കണം കർത്താവിന് കൊടുക്കേണ്ടത്, കർത്താവിന് കൊടുക്കേണ്ട ആവശ്യം എന്താണ്, അതോടൊപ്പം കർത്താവിൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്കും നമ്മൾ എപ്രകാരമാണ് കൊടുക്കേണ്ടത്, നമ്മൾ കൊടുക്കുന്ന ഗിവിങ്, ആർട്ട് ഓഫ് ഗിവിങ്, അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. ആദ്യം ലൂക്കോസ് 6:38, അതൊന്ന് അതിൻ്റെ ചില വാക്യങ്ങൾ വായിക്കാം. അതായത്, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മേന്മ കിട്ടും? നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് മേന്മ കിട്ടും? നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ. അതുപോലെ അങ്ങനെ ചെയ്താൽ നമുക്ക് പ്രതിഫലം വളരെയാകും. നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അതുപോലെ താഴെ എഴുതിയിരിക്കുന്നത്, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ അളന്നു കിട്ടും. അതുപോലെ നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. അത് കൊടുക്കുന്നതിനെ പറ്റി, മനുഷ്യർക്ക് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അതുപോലെ വേറൊരു സ്ഥലത്ത് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മത്തായി 6:3-4. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കണ്ടത്, നമ്മൾ ഏത് രീതിയിൽ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെയാണ്. നമ്മൾ എന്തിനാണ് ദൈവത്തിന് കൊടുക്കുന്നത്? നമുക്ക് കിട്ടിയതെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. നമ്മുടെ ജീവിതം തന്നെ ദാനമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വായു, വെള്ളം, വെട്ടം, വസ്ത്രം, പാർപ്പിടം എല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. അപ്പോൾ ദൈവം ഇങ്ങോട്ട് തരികയാണ്. നമ്മൾ എന്തിനാണ് ദൈവത്തിന് കൊടുക്കുന്നത്? ഒന്നാമത്, ദൈവത്തിനെ നമ്മൾ അനുസരിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കാനും ആണ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അതുപോലെ നമുക്കുള്ളതെല്ലാം ദൈവം തന്നതാണെന്നുള്ള ഒരു നന്ദി നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ ബഹുമാനിക്കണം. അതായത്, നമ്മൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹാബേലിൻ്റെ ഓഫറിങ്ങും കായീൻ്റെ ഓഫറിങ്ങും നമ്മൾ കാണുന്നുണ്ട്. ഹാബേൽ അവൻ മനസ്സോടെ അവനുള്ളതിൽ നല്ല ഒരംശം അവന് ദൈവത്തിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കായീന് നല്ല മനസ്സോടെ അല്ല ദൈവത്തിന് കൊടുത്തത്. അതുകൊണ്ട് ഹാബേലിൻ്റെ ഓഫറിങ്ങിനെയാണ് ദൈവം അവിടെ സ്വീകരിച്ചത്. കായീൻ്റെ ഓഫറിങ്ങിനെ ദൈവം റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിന് നന്ദിയോടുകൂടെയുള്ള ഒരു നന്ദി നിറഞ്ഞ ഹൃദയം എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതുപോലെ നമ്മൾ സെൽഫിഷ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദൈവം നമുക്ക് എല്ലാം തരുമ്പോൾ നമ്മൾ തന്നെ ഉപയോഗിച്ച് നമ്മൾ സെൽഫിഷ്നെസ്സിലേക്ക് പോകാതെ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് നമ്മൾ ആ രീതിയിൽ നമ്മുടെ സെൽഫിഷ്നെസ് മാറ്റുവാൻ വേണ്ടിയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മൾ നമ്മളെപ്പോഴും ദൈവത്തോട് ക്ലോസ് ആയിട്ട് ഇരിക്കാനായിട്ടാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം
നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സെൽഫിഷ്നെസ്സിൽ നിന്നുള്ള ഫ്രീഡം, അതുപോലെ ഗ്രീഡ് ആൻഡ് മെറ്റീരിയലിസം, അതുപോലെ മറ്റ് കാര്യങ്ങളിലുള്ള മെറ്റീരിയലിസത്തിലുള്ള ഒരു ഗ്രീഡ്, ആർത്തി, ഇതൊക്കെ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കുവാനായിട്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് കൊടുക്കണം, മനുഷ്യർക്ക്, സമൂഹജീവിയായിട്ടുള്ള നമ്മൾ മനുഷ്യർക്കും കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ വാണ്ട്സ് ആൻഡ് നീഡ്സ്, നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, നമുക്ക് വേണ്ടത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ആവശ്യമുള്ളത് നമ്മൾ വെച്ചിട്ട് ബാക്കി നമ്മൾ ആൾക്കാർക്ക് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ സഭയുടെ കാര്യങ്ങൾ, അതിൻ്റെ വർക്ക്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടത് ഉപകാരപ്പെടും. അതുപോലെ ചർച്ചിൻ്റെ അഭിവൃദ്ധി, ആവശ്യങ്ങൾ, ചാരിറ്റി വർക്കുകൾ, അതൊക്കെ ചെയ്യുവാനായിട്ടാണ് ആ പണം ഉപയോഗപ്പെടും. അതുപോലെ എമർജൻസി ആയിട്ട് ഭൂകമ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം ഒക്കെ ചർച്ചിന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ നൽകിയാൽ അതവർക്ക് ഉപകാരപ്പെടും. അതായത് നമ്മുടെ സ്നേഹം പ്രകടമാക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ജോയ്ഫുൾ ഗിവിങ് എന്ന് പറയുന്നത്. നമ്മുടെ നിലനിൽപ്പിന് നമുക്കുള്ളതിൽ നിന്ന്, അതായത് നമുക്കുള്ളതിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ മനുഷ്യർക്ക് കൊടുക്കുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കുള്ളതിൽ നിന്ന് ഒരംശം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ ഊനമില്ലാത്ത ഏറ്റവും നല്ലത് കൊടുക്കുവാൻ ശ്രദ്ധിക്കണം. മനുഷ്യർക്കും അതുപോലെ തന്നെ നല്ല സാധനങ്ങൾ കൊടുക്കാനായിട്ടുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. പൊട്ടിയതും പറഞ്ഞതും ഒക്കെ കൊടുക്കുവാനായിട്ട് ഇടവരുത്തരുത്. നല്ല മനസ്സോടെ കൊടുക്കുക. നമ്മൾ മുമ്പിൽ വായിച്ചു, രഹസ്യത്തിൽ കൊടുക്കണം. അതായത് വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്. അതുപോലെ നമ്മൾ രഹസ്യത്തിൽ കൊടുക്കണം. അതുപോലെ നീഡിയായിട്ടുള്ള അർഹിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അർഹിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ ദൈവത്തിന് കൊടുക്കണം എന്നുള്ളത് നമ്മൾ കാണുന്നത്. ജോയ് ഓഫ് ഗിവിങ് എന്നാണ് പറയുന്നത്. നമ്മൾ സന്തോഷ മനസ്സോടുകൂടെ നമ്മൾക്ക് കൊടുക്കണം. നമ്മളിവിടെ വായിച്ചു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്ന പോലെ തന്നെ അവർക്കും ചെയ്യും. നമ്മുടെ മനസ്സിൽ അവർ എനിക്ക് ഇങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അതിനു മുമ്പ് തന്നെ അവർക്ക് അത് ചെയ്തു കൊടുക്കണം. അതുപോലെ നമ്മളെപ്പോഴും പ്രോവർബ്സിൽ പറയുന്നുണ്ട്, വി ആർ ഓൾവേസ് കൈൻഡ് ആൻഡ് ഗിവിങ് ടു അതേഴ്സ്. നമ്മളെപ്പോഴും മറ്റുള്ളവരോട് കരുണയും ദയയും ഉള്ളവരായിരിക്കണം. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സെപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ മുമ്പ് വായിച്ചു, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ദൈവം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ശത്രുക്കളായിരിക്കുന്നവരോടും നമ്മൾ അവരെ നന്മ കൊണ്ട് നമ്മൾ തിന്മയെ ജയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവർക്കും കൊടുക്കുകയും നന്മ ചെയ്യുകയും ഒക്കെ ചെയ്താൽ നമുക്ക് വളരെയധികം പ്രതിഫലം നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ വളരെ ലുബ്ധമായിട്ട് നമ്മൾ കൊടുത്താൽ ദൈവവും നമുക്ക് പിശുക്കിയേ തരത്തുള്ളൂ. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന് എഴുതിയിരിക്കുന്നു. നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോഴും മനുഷ്യർക്ക് കൊടുക്കുമ്പോഴും നമ്മൾ നല്ല രീതിയിൽ ഡീസൻ്റായിട്ട് കൊടുത്താൽ ദൈവം നമുക്ക് നമ്മൾ അളക്കുന്ന അളവിനാൽ നമുക്കും അളന്ന് കിട്ടും നിത്യതയിൽ. അതാണ് ദൈവം പറയുന്നത്. അപ്പോൾ നന്നായി കൊടുക്കുക,
ഊനമില്ലാത്ത നല്ല സാധനങ്ങൾ കൊടുക്കുക. ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്യുന്നതൻ്റെ മക്കളാകുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പ്രോവെർബ്സ് 19:17 എളിയവനോട് കൃപ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. അതുപോലെ പ്രോവെർബ്സ് 11:24-25 ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഇല്ലായ്മയിൽ നിന്നും നമ്മുടെ ഉള്ളതിൽ നിന്നും നമ്മൾ കൊടുക്കുമ്പോൾ അതിനെ ദൈവം ഇരട്ടി ഇരട്ടിയാക്കി ദൈവം നമുക്ക് തരും. അതേസമയം നമ്മൾ കൊടുക്കാതെ നമ്മൾ തന്നെ അത് വെച്ചോണ്ടിരുന്നാൽ നമുക്ക് ഞെരുക്കമേ വരത്തുള്ളൂ. ഔദാര്യ മനസ്സൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. അപ്പം നമ്മൾ ഔദാര്യ മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണെന്ന് ബൈബിൾ വീണ്ടും പറയുന്നു. നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിനെ തണുപ്പിക്കുന്നവരായിരിക്കണം. നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ ജോയ് ഓഫ് ഗിവിങ് കൊണ്ടും മറ്റുള്ളവരെ തണുപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സദൃശവാക്യങ്ങളിൽ 31-ാം അധ്യായത്തിൽ സാമർത്ഥ്യമുള്ള ഭാര്യയുടെ കാര്യത്തിൽ പറയുന്നത്, അവൾ തൻ്റെ കൈയ്യ് എളിയവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈ നീട്ടുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദരിദ്രന്മാർക്ക് ഒരു കൈ നമ്മൾ എപ്പോഴും കൊടുക്കണം എന്നാണ് സാമർത്ഥ്യമുള്ള ഭാര്യയിൽ ദൈവം നമ്മളോട് പറയുന്നത്. അതുപോലെ നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ, നമ്മൾ ടൈത്തായിട്ടും ഓഫറിംഗ് ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നു. ദൈവം നമുക്ക് എന്തുമാത്രം ദാനങ്ങൾ തരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനും, അതുപോലെ ഇതെല്ലാം നമ്മുടെ നിലനിൽപ്പ് തന്നെ ദൈവത്തിൻ്റെ കൃപ കരുണ കൊണ്ടാണെന്ന് നമ്മളത് മനസ്സിലാക്കുന്നു. അതുപോലെ നമുക്ക് ദൈവം ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ വീട്, ജോലി, ഫാമിലി, വസ്ത്രങ്ങൾ, പാർപ്പിടം എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാകാൻ വേണ്ടിയും കൂടെയാണ് ദൈവം ഇത് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ കണ്ടത്, നമ്മൾ ഏത് രീതിയിൽ ദൈവത്തിന് കൊടുക്കണം, നല്ല മനസ്സോടെ കൊടുക്കണം, രഹസ്യത്തിൽ നമ്മൾ ദൈവത്തിന് കൊടുക്കണം. മറ്റുള്ളവർക്കാണേലും കൊട്ടിഘോഷിച്ച് കൊടുക്കാതെ രഹസ്യത്തിൽ കൊടുക്കണം. വിധവയുടെ കാശ് പോലെ ഇല്ലായ്മയിൽ നിന്നും നമുക്ക് കൊടുക്കാൻ പറ്റും, നമുക്ക് ഉള്ളതിൽ നിന്നും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, ദൈവത്തിനും മനുഷ്യർക്കും ഇനിയുള്ള ശിഷ്ടകാലത്ത് നന്മയിൽ നിന്ന് നല്ലൊരംശം കൊടുക്കുവാനുള്ള ഔദാര്യ മനസ്സ് കാണിക്കുവാനായിട്ട് എല്ലാവർക്കും ദൈവം കൃപ തരട്ടെ. മുന്നോട്ടുള്ള ജീവിതം ജോയ് ഓഫ് ഗിവിങ് നമുക്ക് ഏറ്റെടുക്കാം. അതുപോലെ ദൈവത്തിന് മനുഷ്യർക്കും കൊള്ളാവുന്ന ഒരു വ്യക്തിത്വം നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ദൈവം അതിനായിട്ട് എല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവത്തിന് കൊടുക്കുകയും നമ്മുടെ സമൂഹജീവികളായിട്ടുള്ള മനുഷ്യരെ കെയർ ചെയ്യുകയും അവരുടെ ബുദ്ധിമുട്ടിലും അവരുടെ ആവശ്യങ്ങളിലും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്നെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ സമർപ്പിക്കുന്നു. മുന്നോട്ടുള്ള ആഴ്ചയിൽ ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണുവാൻ ദൈവം ഇടയാക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം നമ്മളെ എല്ലാവിധത്തിലുള്ള ദോഷങ്ങളിൽ നിന്ന് സൂക്ഷിച്ചു. ഈ വരുന്ന ആഴ്ചയിലും കർത്താവ് നമ്മളെ എല്ലാ ദുഷ്ടൽ നിന്നും സൂക്ഷിക്കുവാൻ ശക്തനായിരിക്കാൽ കർത്താവിന് നന്ദി പറയാം. ഈ കർത്താവിൻ്റെ വചനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും
ഷെയർ ചെയ്യാനുമുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് നിങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിവിടെ കണ്ടത് എന്താണ്? നമ്മൾ ഒരു ജോയ്ഫുൾ ഗിവർ ആയിരിക്കണം. അതനുസരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളാകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.